നീറ്റിൽ തുടങ്ങുകയാണോ ഈ സർക്കാരിന്റെ പതനം? അരുൺകുമാർ, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് നമ്മുടെ CPM-ന്റെ അരുൺകുമാർ പറഞ്ഞ കാര്യത്തിന് എനിക്കൊരു മറുപടി പറയാനുണ്ട്. അരുൺകുമാറെ, താങ്കൾ ഈ അനാവശ്യ ബുക്കുകളൊന്നും അന്വേഷിച്ച് പോകണമെന്നില്ല. 28/6/2019 കേരള നിയമസഭയുടെ നടപടികളൊന്നും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പേജ് നമ്പർ 32, 33, 34 നിങ്ങളുടെ പക്ഷത്തിരിക്കുന്ന ശ്രീ CK നാണു എന്ന് പറയുന്ന എന്താണ് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും സമുന്നതരായ നേതാക്കളിൽ ഒരാളായിട്ടുള്ള ഒരാൾ ശ്രീ KG മാരാരെയും O രാജഗോപാലിനെയൊക്കെ കുറിച്ച് നടത്തിയിരിക്കുന്ന ഒരു പ്രഭാഷണമുണ്ട്. അടിയന്തരാവസ്ഥയുടെ കാലത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അന്ന് ഞങ്ങൾക്കൊപ്പം നിന്ന ആളാണ് KG മാരാർ, അന്ന് ഞങ്ങൾക്കൊപ്പം നിന്ന ആളാണ് O രാജഗോപാൽ. അവരൊക്കെ ജയിലിൽ പോകാനും തല്ലുകൊള്ളാനും കഷ്ടപ്പെടാനും ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്ത്യയിലെ ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെട്ടതെന്ന് ശ്രീ CK നാണു. താങ്കൾ സംസാരിച്ചപ്പോ മുഴുവൻ മിണ്ടാതിരുന്ന് കേട്ടയാളാണ് ഞാൻ. റെഫറൻസ് കേരള നിയമസഭാ നടപടികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. താങ്കൾക്ക് നാണമോ മാനമോ ഉളുപ്പോ ഉണ്ടെന്നുണ്ടെങ്കിൽ താങ്കളുടെ നിയമസഭയിൽ ഇരിക്കുന്ന പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കളോട് പോയി ചോദിക്കണം, നിങ്ങൾ എന്തുകൊണ്ട് അതിന് മറുപടി പറഞ്ഞില്ല എന്ന്. നിങ്ങൾ അവിടെ പോയി ചോദിക്കണം, അല്ലാതെ ഇവിടെ വന്നല്ല ബഹളം ഉണ്ടാക്കേണ്ടത്. കേരള നിയമസഭയിലെ 139 അംഗങ്ങൾ, ബാക്കി 139 അംഗങ്ങളും അത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അത് അംഗീകരിച്ചു കൊടുക്കുകയായിരുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ നിങ്ങൾ CPM നടത്തിയ അടിയന്തരാവസ്ഥ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് ഇന്ത്യയിലെ മുഴുവനായിട്ടും കോൺഗ്രസ് തോറ്റ് തൊപ്പിയിടുമ്പോഴും കേരളത്തിലെ മാത്രം കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായത്. കേരളത്തിലെ 20 സീറ്റും കോൺഗ്രസ് തൂത്തുവാരുന്ന സാഹചര്യം ഉണ്ടായത് നിങ്ങളുടെ കേരളത്തിലെ അടിയന്തരാവസ്ഥ പ്രവർത്തനത്തിന്റെ മഹത്വം കൊണ്ടാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആൾക്കാര് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എനിക്ക് അമ്മയെ കാണുന്നു, അമ്മയ്ക്ക് വയ്യെന്നും തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് എഴുതി കരഞ്ഞ് മെഴുകിയിട്ടാണ് അവിടെ ഇറങ്ങി പോകുന്നത്. അതാണ് CPM അല്ല അടിയമായി പറഞ്ഞില്ല എന്ന് വേണ്ട. നമ്മുടെ സമയം അവസാനിക്കുന്നു. എന്റെ ചോദ്യം ഒരൊറ്റ വാചകത്തിൽ മറുപടി. യുവരാജ് ഗോകുൽ, നീറ്റിൽ തുടങ്ങിയോ സർക്കാരിന്റെ പതനം? നീറ്റിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. അതൊരു ഒരു കറക്ഷൻ പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. MBBS അഡ്മിഷൻ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടൊക്കെ എല്ലാവർക്കും നല്ല രീതിയിൽ നിശ്ചയമുണ്ട്. ഒരു കറക്ഷൻ പ്രോസസ് മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ കേട്ടുകേൾവിയില്ലാത്ത ഒന്നാണ് ഗോകുൽ സംഭവിച്ചത്. അതുകൊണ്ട് ഇതുവരെയുള്ള പരീക്ഷയെ ന്യായീകരിക്കാൻ കഴിയില്ല. താങ്കൾ ആ തോൽവിയുടെ ഉത്തരവാദിത്വം BJP പ്രതിനിധി എന്ന നിലയിൽ ഏറ്റെടുത്താൽ പിന്നീട് മറുചോദ്യങ്ങളില്ല. കാരണം ആ തോൽവി താങ്കൾ ഏറ്റെടുത്തിരിക്കുന്നു. വീണ് കിടക്കുന്നവനെ പിന്നീട് അടിക്കാൻ പാടില്ല എന്നാണ്. Debate with Arun Kumar.